നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ കടുത്ത വിമർശകനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായ അലക്സി നവാൽനിയുടെ മരണം രാഷ്ട്രീയ ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് വലിയ ഞെട്ടലാണ്. അത് ചർച്ച ചെയ്യാനും പിന്നാലെ തന്നെ വീണ്ടും പുടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അലക്സിയുടെ തന്നെ ഭാര്യയായ യൂലിയ നവൽനിയാണ്. സ്വതന്ത്ര റഷ്യയ്ക്കായുള്ള വലിയ പോരാട്ടം അത് തുടരാൻ അലക്സി നവൽനിയുടെ വലിയൊരു ആഹ്വാനം തന്നെ ഉണ്ടായിരിക്കുന്നു. നവൽനിയുടെ ഭാര്യ ലൂയ നവൽനിയുടെ ആഹ്വാനം അത് റഷ്യ ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തിലുമാണ്. പൂർവാധികം ശക്തിയോടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ പൊരുതാനും ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് നൽകിയ ഏകദേശം 9 മിനിറ്റ് വീഡിയോ സന്ദേശത്തിലാണ് അവർ ഇത്തരത്തിലൊരു ആവശ്യം റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, റഷ്യൻ ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുടിൻ വീണ്ടും ജയിക്കുമെന്ന് വളരെയധികം ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം. തൻ്റെ ഭർത്താവിനെ പുടിനാണ് കൊലപ്പെടുത്തിയത് എന്നും 2 മക്കൾക്ക് പിതാവിനെ നഷ്ടമായെന്നും അവർ പറയുകയാണ്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനൊരു സ്വതന്ത്ര റഷ്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും, അതായത് റഷ്യൻ ജനത ഓരോരുത്തരും എനിക്കൊപ്പം നിൽക്കണമെന്നുമാണ് യൂലിയ അപേക്ഷിക്കുന്നത്. 3 ദിവസം മുമ്പാണ് വ്ളാദിമിർ പുടിൻ തൻ്റെ ഭർത്താവ് അലക്സി നവൽനിയെ കൊന്നുവെന്ന് ഭാര്യ യൂലിയ നവൽനിയ ജനങ്ങളോടായി പറഞ്ഞത് എന്നുള്ളതാണ്. അവരുടെ കരഞ്ഞുകൊണ്ടുള്ള യൂലിയയുടെ വീഡിയോ അത് പുറത്തു വന്നപ്പോൾ ജനങ്ങൾ കുറച്ചുകൂടി ആവേശമുണ്ടായി എന്ന് പറയാം. 3 വർഷത്തെ പീഡനത്തിന് ശേഷമാണ് അലക്സിയെ ജയിലിൽ കൊന്നത് എന്നാണ് അവരുടെ ആരോപണം എന്ന് പറയപ്പെടുന്നത് തന്നെ. അലക്സിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അത് ചെയ്യുക. അവർക്ക് വേണ്ടി അലക്സിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ശക്തമായി തീവ്രമായി പോരാടുക, പുടിനെതിരെ പോരാടുക എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആഗ്രഹം എന്ന് പറയപ്പെടുന്നത്. യുദ്ധത്തിനും അഴിമതിക്കും അനീതിക്കുമെതിരായി പോരാടാൻ ന്യായമായ തെരഞ്ഞെടുപ്പുകൾക്കും ഒപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത് എന്നും അത്തരത്തിൽ പോരാടാൻ നമ്മുടെ രാജ്യം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി തന്നെ എല്ലാ അവസരങ്ങളും നാം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുമാണ് നവൽനിയ പറയുന്നത്. യൂലിയയുടെ ഈ ആഹ്വാനത്തെ ജനത ഏറ്റെടുക്കുമോ? തൻ്റെ ഭർത്താവിനെ കൊന്നവരെ കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. പുടിൻ അലക്സിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നുകൂടി അവർ പറയുകയാണ്. ആരാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടത്തിയത് എന്നും തങ്ങൾ തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഭാര്യ പറയുകയാണ്. ഭാര്യയുടെ അത്തരത്തിലുള്ള ആഹ്വാനമാണ് ഇപ്പോൾ റഷ്യൻ ജനത ഏറ്റെടുക്കാൻ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കുറിപ്പോടെ യൂലിയ പങ്കുവച്ച അലക്സി നവാൽനിക്കൊപ്പമുള്ള ചിത്രം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധേയമായിരുന്നു, വലിയ വൈറലാവുകയും ചെയ്തിരുന്നു. അലക്സി നവാൽനിയുടെ മരണത്തിൽ പുടിനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂണിക്കിൽ നടന്ന പാശ്ചാത്യ സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു യൂലിയ നവൽനിയ ഇത്തരത്തിലൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചത്. അതായത് പുടിൻ്റെ സർക്കാർ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭർത്താവ് മരിച്ചതിൽ പുടിൻ ശിക്ഷിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഒന്നിച്ച് ഈ തിന്മയ്ക്കെതിരെ പോരാടേണ്ടതുണ്ട്, അത് പോരാടുക തന്നെ ചെയ്യണം. റഷ്യയിലെ ഈ ദുഷിച്ച ഭരണകൂടത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടത് അത്യാവശ്യമെന്ന് എന്നുകൂടി യൂലിയ പറഞ്ഞു വെക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും അവർക്ക് കൊലപാതകം അല്ലെങ്കിൽ അവരെ കൊല ചെയ്യുന്ന ഒരു രീതി റഷ്യയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് എന്നും അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് റഷ്യയെ സ്വതന്ത്ര റഷ്യയായി മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നും സ്വതന്ത്ര റഷ്യയിൽ ശുദ്ധവായു ശ്വസിച്ച് ജീവിച്ചു മരിക്കണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും ഓരോ റഷ്യക്കാരനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് യൂലിയ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അലയൊലികൾ റഷ്യയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. റഷ്യൻ ജനത പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോടുള്ള പ്രതിഷേധവും പ്രതികരണവും വരും ദിവസങ്ങളിൽ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ.